വഖഫിൽ സർക്കാർ നീക്കത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് പ്രതിപക്ഷം. പുനഃസംഘടനാ നീക്കത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വഖഫിലെ സർക്കാർ നിലപാട് ലീഗിന്റെ പൂർണ്ണമായ അറിവോടെയാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വിഷയത്തിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകാനാണ് CPM നീക്കം. സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയിലെ വഖഫ് കേസ് അസാധുവായി എന്ന് മുൻ നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. വഖഫ് പ്രശ്നത്തിൽ കേരളത്തിന്റെ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാടോടുകൂടി സുപ്രീം കോടതിയിൽ വഖഫിന് പുതിയ വഖഫ് ഭേദഗതിക്കെതിരെ കേരളം കൊടുത്തിട്ടുള്ള കേസ് ഫലത്തിൽ അസാധുവായി എന്നുള്ളതാണ്. വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിക മതവിശ്വാസവും കൂടിയായി ബന്ധപ്പെട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ അടിത്തറ. മുസ്ലിം ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിൽ അമുസ്ലിമുകൾ ഉൾപ്പെടുത്തുന്നതിൽ യുക്തിരഹിതമാണ്, അത് തെറ്റാണ്. 2, ഭരണഘടനാ വിരുദ്ധമാണ്. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ അതിനകത്ത് എടുത്തു പറഞ്ഞു. ഈ 14ന്റെ ഒരു അപകടം, വേണമെങ്കിൽ വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ ഭൂരിപക്ഷമാകാം. 3 പേര് മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ വേണമെന്ന് നിഷ്കർഷിക്കുന്നത്. വിവരങ്ങളുമായി TV പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, വഖഫ് വിഷയം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് കൂടുതലായി കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത്. ഇതിലിപ്പോൾ മുൻ നിയമമന്ത്രിയായ P. രാജീവ് കൂടി സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു ആക്രമണമുനോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നതും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, വേണ്ടി വന്നാൽ ചില സാഹചര്യങ്ങളിൽ മുസ്ലിം ഇതര ആളുകൾ ഭൂരിപക്ഷമാകുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് P. രാജീവ്. അതാണ് മാധു, അതാണ് പ്രതിപക്ഷം കാര്യമായി ഊന്നുന്നതും ആ നിലയ്ക്കാണ്. അതായത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്നവരാണ് കേരളത്തിലെ UDF സർക്കാർ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഗുരുതരമായ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ വഖഫിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങൾ അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ്, അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുകയാണ് പ്രതിപക്ഷം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതുപോലെ ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന നിലയിലായിരുന്നു മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഏതാണ്ട് സമാന പ്രതികരണം തന്നെയാണ് മുഹമ്മദ് റിയാസും നടത്തിയത്. P. രാജീവിന്റെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞതും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ്. സംഘപരിവാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ അമുസ്ലിങ്ങളെ നിയമിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നതോടുകൂടി നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ മുസ്ലിം ന്യൂനപക്ഷം വഖഫ് ബോർഡിൽ ന്യൂനപക്ഷമായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് പറയുന്നതിലൂടെ ഒരു കാര്യം ഉറപ്പാണ്, UDF സർക്കാരിന് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ വഴിയാധാരമായി എന്ന പ്രചരണത്തിന് കോപ്പ് കൂട്ടുകയാണ് LDF എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ആയുധം തന്നെയാണ് LDFന് വീണ് കിട്ടിയത് എന്നത് തന്നെയാണ് മാധു. ഇപ്പോൾ TV പ്രസാദ്, ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് മുസ്ലിം ഇതര ആളുകളെ തൽക്കാലം ഈ ബോർഡിലേക്ക് നിയമിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണല്ലോ. പക്ഷെ അതുമായി സർക്കാർ മുന്നോട്ട് പോയാലും ഷോൺ ജോർജ് സ്വാഭാവികമായും കോടതിയലക്ഷ്യ ഹർജി അടക്കം നൽകില്ലേ? ഉറപ്പായും അതിനുള്ള സാധ്യതയിലേക്കും ഇതൊരു നിയമപ്രശ്നത്തിലേക്കും മാറാനുള്ള വലിയ സാധ്യത തന്നെയുണ്ട്. കാരണം ഇതിലിപ്പോൾ സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയുക ഇത് കേന്ദ്രത്തിൻ്റെ നിയമമാണ്, അതിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര ധൃതി എന്നുള്ളതാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തും ഈ നിയമം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന മറു ചോദ്യമാണ് LDF ചോദിക്കുന്നത്. ഇത് സംഘപരിവാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു അജണ്ട UDF നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇതിനെ കോടതിയിൽ നേരിടാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇതിലിപ്പോൾ മുസ്ലിം ലീഗിന് എന്തും മറുപടി പറയും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. മാധു, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയിലെ വഖഫ് കേസ് അസാധുവായി നിലപാട് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചതോടെ എന്നതാണ് CPM ഉന്നയിക്കുന്നത്.